വളരെ ഗഹനമായ ചർച്ചകൾക്ക് പറ്റിയൊരു സദസ്സാണ് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. വേദിയുടെ ഇരുഭാഗത്തും അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണുള്ളത്. ഇത് ഗാന്ധിജിയെക്കുറിച്ച് അല്പം സാവകാശമെടുത്ത് തന്നെ ചർച്ച ചെയ്യാനും ചില ഭാഗങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് പോകാനും നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ ഗാന്ധിജിയുടെ ആത്മകഥ ഇപ്പോൾ 100 വർഷമാകുന്നു. ഗാന്ധിജി ചർക്കാ സംഘം രൂപീകരിച്ചിട്ട് 100 കൊല്ലമാകുന്നു. കേരളത്തിലെ സന്ദർശനങ്ങളും ഒക്കെ ആ ഒരു തരത്തിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഗാന്ധിജിയുടെ ആത്മകഥയെ ലോക സാഹിത്യത്തിലൊരു ക്ലാസിക്കൽ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസായിട്ടാണ് കണക്കാക്കുന്നത്. ഏതാണ്ട് 38 വർഷമെടുത്തിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർവ്വശ്രദ്ധയും നൽകി ഗാന്ധിജിയുടെ കളക്റ്റഡ് വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, കത്തുകൾ, ടെലഗ്രാമുകൾ, അതുപോലെ ലേഖനങ്ങൾ, ഇതെല്ലാം കൂടെ സമാഹരിക്കാനുള്ളൊരു യജ്ഞം നടന്നത്. ആ യജ്ഞത്തിനെ അതൊരു ഗോൾഡൻ സ്റ്റാൻഡേർഡിൽ നടന്ന ഒരു യജ്ഞമായിട്ടാണ്, ഒരു പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്. 50,000 അച്ചടി പേജുകളാണ്. അത് ഗാന്ധിജിയെക്കുറിച്ച് ബാക്കിയുള്ളവർ എഴുതിയതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത്, എഴുതിയത്, പ്രവർത്തിച്ചത്, ആ കാര്യങ്ങൾ വെച്ചാണ് 100 വോളിയം, 50,000 പേജുകൾ. എന്നിട്ടും തീർന്നിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് അത് എത്തി നിന്നത്. അപ്പോൾ ഇത്രമാത്രം വിപുലമായ ഒരു ശേഖരം ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ചും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. 1884 മുതൽ മരിക്കുന്നത് വരെയുള്ള ഏതാണ്ടൊരു 64 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം ലെൻസിൻ്റെ കീഴിലാണ്. ആ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ക്യാമറകളോ മൊബൈൽ ഫോൺ അങ്ങനെ ഇതുപോലെ ഇല്ല, മൊബൈൽ ഫോണുകളേ ഇല്ല. ആ ഒരു കാലത്ത് പോലും ഇത്രമാത്രം കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ഒരു ജീവിതം അതിനുശേഷം പോലും ലോകത്ത് ഉണ്ടോ എന്ന് സംശയമാണ്. 15 വയസ്സുള്ളപ്പോൾ അച്ഛന് താൻ എഴുതി കൊടുത്ത കുമ്പസാരക്കുറിപ്പ്, ആ കുറിപ്പ് തുടങ്ങിയിട്ടാണ് ഈ ഗാന്ധിയെക്കുറിച്ചുള്ള ശേഖരങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ വരുന്നത്. അത് മരിക്കുന്നതിൻ്റെ ആ തലേ നിമിഷം വരെ എഴുതിയിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ ആധുനിക കാലത്ത് നടക്കുന്ന ഗാന്ധിയെ അറിവില്ലാത്തവർ നടത്തുന്നൊരു വിമർശനത്തിൽ അദ്ദേഹം സ്വർഗാനുരാഗിയായിരുന്നു, പിന്നെ നിരവധി ആയിരുന്നെങ്കിൽ അദ്ദേഹം എഴുതുമായിരുന്നു. അത് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ ഓരോ ഘട്ടത്തെയും പരിശോധിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് എഴുതുമായിരുന്നു, അത് ചർച്ചയ്ക്ക് വിധേയമാക്കുമായിരുന്നു. അത്രയ്ക്ക് ട്രാൻസ്പാരൻസി എന്നുള്ളതിൽ അത്രയും നിഷ്ഠ പുലർത്തിയിരുന്ന ഒരാളാണ്. ഇപ്പോൾ മനു ആഭ, ഇവർ രണ്ടുപേരുമായിട്ടുള്ള ഗാന്ധിയുടെ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഏകപക്ഷീയമായിട്ട് ഗാന്ധിജി തൻ്റെ ബ്രഹ്മചര്യം പരിശോധിക്കാൻ വേണ്ടി നടത്തിയതായിരുന്നില്ല. അവരും കൂടെ ഉൾപ്പെട്ട് അവരും കൂടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു മുക്തിയുടെ ആ ഉയർന്ന തലത്തിൻ്റെ ആ 3 പേര് ചേർന്നൊരു പരീക്ഷണമാണ് ഗാന്ധി അവരിലേക്ക് അടിച്ചേൽപ്പിച്ച ഒന്നല്ലായിരുന്നു എന്നുള്ളത് അവർ തന്നെ എഴുതിയിട്ടുള്ളതാണ്. അവിടെയും അതാരാണ് കണ്ടുപിടിക്കുന്നതും ഒരു ആരോപണമായിട്ട് ഉന്നയിക്കും അല്ല, ഗാന്ധി തന്നെ എഴുതി തൻ്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാനായിട്ട് നൽകുമ്പോൾ പത്രാധിപന്മാർ പറ്റില്ല എന്ന് പറയുന്നു. ഗാന്ധി പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞാൽ അവർ രാജിവെച്ച് പോയിട്ട് നേരിട്ട് ലോകം അറിയേണ്ടതല്ലാത്ത സാധാരണ ഒരു ആത്മകഥയിൽ സ്വയം ക്ലീനപ്പ് ചെയ്യാൻ, മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ എഴുതുക. പക്ഷെ ഇവിടെ പൊതുജനമധ്യത്തിൽ താൻ ഏറ്റവും കൂടുതൽ അവഹേളിതനാകുമെന്നുള്ള കാര്യങ്ങൾ വരെ എഴുതിക്കൊണ്ട് തൻ്റെ വീഴ്ചകൾ, പോരായ്മകൾ, തൻ്റെ ചിന്തകൾ
നമുക്ക് ഇന്നും നമ്മൾ ധൈര്യപ്പെടില്ല നമ്മുടെ ചിന്തകൾ അതേപടി പകർത്താനും നമ്മുടേതായ പരീക്ഷണങ്ങൾ, നമ്മുടെ തെറ്റുകൾ തുറന്നു പറയാനും ഒക്കെ. ഇതുപോലൊരു ഒരു ആത്മകഥ ലോകത്ത് അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം എത്ര ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ആത്മകഥകൾക്ക് ഒരു മോഡലായിട്ട് പല ആത്മകഥകളെയും താരതമ്യപ്പെടുത്തി നോക്കുന്നത് ഈ ഒരു ആത്മകഥയിലെ തുറന്ന ഏറ്റുപറച്ചിൽ, ട്രാൻസ്പാരൻസി എത്രത്തോളം അതിലുണ്ട് എന്നൊരു ഭാഗം വെച്ചുകൊണ്ടാണ്. ഒരു ലിവിങ് ലാബറട്ടറി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ തൻ്റെ ജീവിതത്തെ, തൻ്റെ ചിന്തകളെ, വാക്കുകളെ, പ്രവർത്തികളെ, ഒരു മോശം ചിന്ത വന്നാൽ ജീവിത നിമിഷം ആ നിമിഷം വ്യർത്ഥമായി, ആ നിമിഷം പാഴായി അല്ലെങ്കിൽ നെഗറ്റീവായി എന്നത് വെച്ച് ഒരു ചിന്ത പോലും ആവശ്യമില്ലാത്തത് കടന്നു വരാത്ത രീതിയിൽ, ആവശ്യമില്ലാത്തൊരു വാക്ക് പറയാത്ത രീതിയിൽ, എഴുതാത്ത രീതിയിൽ ഗാന്ധി എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, പുസ്തകങ്ങളിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾക്കെടുത്ത് മാറ്റാമോ എന്നുള്ള ചോദ്യം ഒരു വെല്ലുവിളിയായിട്ട് പല ചിന്തകരും ഉയർത്തിയിട്ടുള്ളൊരു കാര്യം. ഒരു വാക്ക്, ഒരക്ഷരം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമോ? ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായ രചനയായിട്ട് ഗാന്ധിജിയുടെ എഴുത്തുകളെ ലോകം പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിത്വം, ഇപ്പോൾ നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറയുമ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ ആ മേഖലകളിൽ ആ വ്യക്തിത്വം നിൽക്കുകയാണ്. ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുമ്പോൾ സാഹിത്യത്തിൻ്റെ മേഖലയിൽ നിൽക്കുകയാണ്. രവീന്ദ്രനാഥ് ടാഗോർ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച് ഗാന്ധിയോടൊപ്പമോ അല്ലെങ്കിൽ ഒരുപടി കൂടെ മുന്നിൽ വെക്കുന്ന തരത്തിലുള്ള ചിന്തയുണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ലോകത്ത് നമുക്ക് നിരവധി മഹാന്മാരെ കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു വ്യക്തിത്വം, ഒന്ന് ദളിതൻ്റെ വേഷം, തൻ്റെ കുപ്പായങ്ങളെല്ലാം അഴിച്ചു കളഞ്ഞ് ദളിതൻ്റെ വേഷം സ്വീകരിച്ച്, ദളിതൻ്റെ വേഷത്തിലുള്ള എത്ര മഹാത്മാക്കൾ ഈ ലോകത്തുണ്ട്? ദളിതൻ്റെ വേഷം സ്വീകരിച്ചിട്ടുള്ള, തന്നെ ഏറ്റവും ദരിദ്രനെ കൊണ്ട് ആ ഭാഗത്ത് കൊണ്ട് നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് തന്നെ ചിന്തകൾ, എന്താ ഗാന്ധി പറയുന്ന ഉൽപാദന വ്യവസ്ഥിതി. ഇന്നും നമ്മുടെ ആദിവാസി കുടിലുകളിലെ ഉൽപാദനങ്ങൾ നടക്കുന്നുണ്ടോ? അവരുടെ ഗ്രാമജീവിതം എങ്ങനെ നടക്കുന്നുണ്ടോ? ആ ഒരു തരത്തിലുള്ള ഏറ്റവും സാധാരണക്കാരൻ്റെ ഉൽപാദന രീതികളെയാണ് ഗാന്ധിജി ലോകത്തിൻ്റെ മുമ്പാകെ നിലനിൽപ്പിൻ്റെ സമ്പത്ത് വ്യവസ്ഥയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളിന്ന് കാണുന്നതിനൊക്കെ എത്രയോ കാലം മുമ്പാണ് അതിൻ്റെ പ്രായോഗികമായ രീതികൾ ഉൽപാദന രംഗത്ത്, സാമ്പത്തിക രംഗത്ത് എന്ന് വേണ്ട ജീവിതത്തിൻ്റെ സകല മേഖലകളിലേക്കും ഈ ഒരു പരീക്ഷണമായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇപ്പോൾ കുശാഗ്രബുദ്ധിയായ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തെ കാണുന്നവരുണ്ട്. ജിതേന്ദ്രിയനായ സന്യാസിയായിട്ട് ഈ ഒരു തലത്തിലാണ് ഈ റേഞ്ച് കിടക്കുന്നത്. നമുക്കൊന്നും ചിന്തിക്കാനാവാത്തൊരു റേഞ്ചാണത്. സർവസംഘ പരിത്യാഗിയായ, ഇത് തൻ്റെ വിചാരങ്ങളിൽ പോലും ഏറ്റവും സൗമ്യത പാലിച്ച് വിശുദ്ധി പാലിച്ച് പോകണമെന്ന് കരുതുന്ന ഒരു സന്യാസിയുടെ തലവും, അതേസമയം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കുശാഗ്രബുദ്ധിയായ ഒരു സർവസൈന്യാധിപനായ രാഷ്ട്രീയ നേതാവും ഒക്കെ ആയിട്ട് ഈ റേഞ്ചിങ്ങിനെ കിടക്കുകയാണ്. അദ്ദേഹം ഒരു വക്കീലായിരുന്നു. ബ്രൂട്ടലി ഹോണസ്റ്റ് ലോയർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബ്രൂട്ടലി ഹോണസ്റ്റ്, അത്രയും സത്യസന്ധമാണ്. നോണ പറയുന്നൊരു കേസിന് അദ്ദേഹം തൻ്റെ 25 കൊല്ലത്തോളം വരുന്ന ഈ വക്കീൽ ജീവിതത്തിൽ നിലകൊണ്ടിട്ടില്ല. കക്ഷി നുണയാണ് പറയുന്നത് കണ്ട കേസ് വിടും. ആ രീതിയിലൊരു വക്കീൽ, ഒരു ലോയർ എന്ന നിലയ്ക്ക് വക്കീലന്മാർക്ക് മാതൃക ഗാന്ധി തന്നെയാണ്. ഇത് ഒരു മേഖലയിൽ മാത്രമല്ല, ഒത്തുതീർപ്പിലാണ്. കോടതിയിലേക്ക് കേസുകൾ കെട്ടുന്നതിനേക്കാളും കക്ഷികളുമായിട്ട് ഇന്ന് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന എത്ര വക്കീലന്മാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്? എത്ര വക്കീലന്മാർക്ക് കോടതിയിലിട്ട് കേസ് നീട്ടി ഓരോ കേസും ഒരു 3 ലക്ഷം രൂപയുടെ വരുമാനമാണ്. കോടതി ബിസിനസ്, വലിയൊരു ബിസിനസ്സാണ് കോടതി. എന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ നിർത്തുമ്പോൾ ഞാൻ ബെഞ്ചുകളൊക്കെ ചോദിച്ചു, ഒരു ദിവസത്തെ ലാഭം എത്രയാണ് കോടതിയുടെ? അയാളെ നോക്കി, കോടതിയുടെ ലാഭമോ? ഇയാളിവിടെ ഇരുന്ന് 5000 10,000 ഒക്കെ വിളിക്കണുണ്ടല്ലോ. അത് കോവിഡിന് മുമ്പ് 1 ലക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ 60,000 70,000 കൂടി വരുന്നുണ്ട് സാറേ.
ഒരു കോടതിയുടെ ഒരു ദിവസത്തെ പ്രവർത്തന ലാഭം സർക്കാരിന് മിനിമം 1,00,000 രൂപയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കോടതികൾ ഇടുന്ന പിഴയിലൂടെ പൗരൻ കൊടുക്കേണ്ടി വരുന്നത്, അതിലൂടെ സർക്കാരിനുണ്ടാകുന്ന ലാഭം എത്രയാണ്? ഇനി വക്കീലന്മാർ വാങ്ങിയെടുക്കുന്ന പണം, ഓരോ കേസും 3 ലക്ഷം തുടങ്ങിയിട്ട് 30 ലക്ഷവും കോടികളും വരുന്ന ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. അങ്ങനെ ഒരു കാലത്താണ് കേസുകൾ ഒത്തുതീർപ്പാക്കാൻ നിന്നിരുന്ന ഒരു വക്കീൽ. രാഷ്ട്രീയത്തെ ആത്മീയതയിലേക്ക് ലോകത്ത് നയിച്ച എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്? ആത്മീയതയിൽ, വിശുദ്ധിയിൽ, സത്യസന്ധതയിൽ, അക്രമരാഹിത്യത്തിൽ എല്ലാവരും അധികാരം ആരിൽ കേന്ദ്രീകരിക്കണം? ഗോത്രത്തലവനിൽ വേണോ, രാജാവിൽ വേണോ, ചക്രവർത്തിയിൽ വേണോ, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയിൽ വേണോ, പ്രസിഡന്റിലാവണോ എന്നെല്ലാം ചിന്തിക്കുമ്പോൾ ആരിലും അധികാരം കേന്ദ്രീകരിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും? എങ്ങനെയാണ് അധികാരത്തിൻ്റെ പിരമിഡ് ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങൾ, പിന്നെ ഭരണാധികാരികൾ, ഏറ്റവും മുകളിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡോ ഒക്കെ ഇരിക്കുന്നതിന് പകരം ഇതിനെ തിരിച്ച് ഈ പിരമിഡിനെ ഇട്ടിട്ട് ജനങ്ങൾ ഏറ്റവും വലിയ ശക്തിയായി മുകളിൽ, ആ ജനങ്ങൾ കൊടുക്കുന്ന ശക്തിയിൽ ഏറ്റവും നിസ്സഹായ ദുർബലനായ ഒരാളായിട്ട് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പ്രസിഡന്റും ഒക്കെ മാറുന്ന രീതിയിലുള്ള വളരെ വികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ സങ്കല്പം. ഒറ്റ തെരഞ്ഞെടുപ്പ്, 20 പേരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു വാർഡിലെ 20 വീടുകൾ, അവരെടുക്കുന്ന ഓരോ പ്രതിനിധികൾ കൂടി 20 പേരിൽ നിന്നൊരു വാർഡ് മെമ്പർമാരിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന പോലെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൂടിയിരുന്ന് താലൂക്ക് കമ്മിറ്റിയും പ്രസിഡന്റും, അവർ കൂടിയിരുന്ന് ജില്ലാ കമ്മിറ്റിയും, MLA അവരിൽ നിന്ന്, MP അവരിൽ നിന്ന്, അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം, ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി വെച്ചൊരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം 10 പൈസയുടെ പ്രചരണ ചെലവ് വരാത്തതും, ഒരു കള്ളനും കയറിപ്പോകാനായിട്ട് 99% സാധിക്കാത്ത തരത്തിലുള്ള, പാർലമെന്റിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. പാർലമെന്റിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പാർലമെന്റ് മെമ്പർമാർ, MLA കൂടിയാണ്. അവർ നിയമസഭകളിൽ ചർച്ച ചെയ്യണം. നിയമസഭകളിൽ നിന്ന് MLA ചർച്ച കഴിഞ്ഞ് ആ വിവരങ്ങളുമായിട്ട് താലൂക്കിലും, ജില്ലാ കമ്മിറ്റിയിലും, താലൂക്ക് കൗൺസിലിലും, പഞ്ചായത്തിലും വരണം. പഞ്ചായത്തിലെ ചർച്ച കഴിഞ്ഞ് വാർഡുകളിൽ ചർച്ച ചെയ്യണം. 20 വീടുകളുടെ കൂട്ടത്തിൽ ചർച്ച ചെയ്ത് അവിടെയാണ് ഇന്ത്യയിലൊട്ടാകെയുള്ള 20 വീടുകളിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ ആ തീരുമാനങ്ങളുടെ ഭാഗം മുകളിലേക്ക് വന്ന് പാർലമെൻറ്റ് അത് അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം, ജനാധിപത്യ ഭരണ സമ്പ്രദായമൊക്കെ മുന്നോട്ട് വച്ചിരുന്ന ഗാന്ധി നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യം കഴിയുമ്പോൾ തമസ്കരിക്കപ്പെടുകയായിരുന്നു എന്നുകൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അക്രമത്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇന്ന് പോലും രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് അക്രമത്തെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും വലിയ അക്രമികളുടെ സംഘം ഏത് പാർട്ടിക്കാണോ ഉള്ളത്, ആ പാർട്ടി അധികാരത്തിൽ വരുന്ന ഒരു പ്രദേശത്തെ ജനങ്ങളെ മൊത്തം ബന്ദികളാക്കി അവർക്ക് മറ്റൊരഭിപ്രായം പറയാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാക്കി ഭരിക്കുന്ന പാർട്ടികൾ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും നമ്മൾ വീണിട്ടുള്ളത്. അവിടെയാണ് വളരെ വ്യത്യസ്തമായ ഒരു സങ്കല്പങ്ങളുമായി അക്രമത്തെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ ഒരു വിശുദ്ധമായ ജനസേവനമാക്കുന്ന രീതിയിലേക്ക് ഗാന്ധി കോൺഗ്രസിനെ ഒരുക്കിയെടുക്കുന്നത്. ആ ഒരു കാലത്താണ് കോൺഗ്രസിനെ എണ്ണയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ പോലെ ഇഫക്റ്റീവ് ആക്കി കൊണ്ടുവരാനായിട്ട് ഗാന്ധിക്ക് സാധിക്കുന്നത്. ഒരൊറ്റ ആഹ്വാനത്തിൽ ഇന്ത്യ ഒട്ടാകെ നിശ്ചലമാകുന്നു, നിസ്സഹകരണം. വാർത്താവിനിമയ സംവിധാനങ്ങളില്ല, പത്രങ്ങൾ പോലും മര്യാദക്കില്ല. ആ ഒരു കാലത്താണ് ഗാന്ധി ഉപവസിക്കുമ്പോൾ ജനലക്ഷങ്ങൾ ഉപവസിക്കുന്നു. ഒരു വിളിക്കുമ്പോൾ ജനലക്ഷങ്ങൾ ജോലി ബഹിഷ്കരിക്കുന്നു. അവിശ്വസനീയമായിരുന്നു ഗാന്ധിയുടെ ഒരു മാസ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിന് ഒരു ആദർശ വിശുദ്ധി നൽകിയ രാഷ്ട്രീയ സന്യാസി എന്നൊക്കെ പറയുന്നവരുണ്ട്. അതേപോലെ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണമായും നിസ്സഹായമായി പോയ എത്രയോ മുഹൂർത്തങ്ങൾ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്.
ഈ പലപ്പോഴും നമ്മൾ പറയും ഗാന്ധിയുടെ അഹിംസാ ന്യായം കൊണ്ടൊന്നും അല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ മാത്രമായിരുന്നില്ലല്ലോ കോളനി. എത്രയോ രാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ നിന്നൊന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വെല്ലുവിളിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാവാതിരുന്നത്? ഇന്ത്യയുടെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മിലിറ്ററി യുദ്ധമുറകൾ എങ്ങനെയാണ് അവർ പരാജയപ്പെടുത്തിയത്? അതിനുശേഷം ഉണ്ടായ ഒരു ശൂന്യത, നിശബ്ദതയുണ്ട്. അനേകം വർഷങ്ങളായ ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയ്ക്ക് ശേഷം ഇന്ത്യൻ ജനത ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് സാധാരണ ജനങ്ങൾ തോളോട് തോള് ചേർന്ന് പാട്ടുകൾ പാടിക്കൊണ്ടൊരു സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സമരം വിജയിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നോൺ കോപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ പുച്ഛിക്കുന്ന, ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ നെഹ്റു പോലും ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ യുദ്ധം ചെയ്യേണ്ട നേരം, സമരം ചെയ്യേണ്ട സമയത്ത് ഉപ്പ് സത്യാഗ്രഹം, ഉപ്പും വാരിക്കൊണ്ടിരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ കോൺഗ്രസ് തൻ്റെ കൂടെയുള്ള നേതാക്കന്മാർ പോലും സംശയാലുക്കളാകുന്ന ഘട്ടങ്ങൾ കാണുന്നുണ്ട്. ഇതുപോലുള്ള രാഷ്ട്രീയ മുഹൂർത്തങ്ങൾ ഏതൊരു ലോക ചരിത്രത്തിൽ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? അതേപോലെ തന്നെ ഈ സത്യാഗ്രഹം പ്രഖ്യാപിക്കാൻ, അത് പിൻവലിക്കാൻ, അതിൻ്റെയൊക്കെ ടൈമിങ്, ഈ കുശാഗ്രബുദ്ധിയായ ഒരു നേതാവ് എന്നുള്ളൊരു ഭാഗം നമുക്ക് ഗാന്ധിയുടെ ഓരോ സത്യാഗ്രഹത്തിൻ്റെ, ഓരോ സമരത്തിൻ്റെയും പ്ലാനിങ്ങിൽ, നടപ്പാക്കുന്ന രീതിയിൽ, അത് പിൻവലിക്കുന്ന രീതിയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, എന്താണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഗാന്ധിയുടെ വ്യക്തിത്വം? ആത്മകഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് സെൽഫ് എക്സാമിനേഷൻ്റെ ഒരു ആത്മകഥ, ആത്മവിമർശന അല്ലെങ്കിൽ ആത്മപരിശോധനയുടെ ഒരു മാസ്റ്റർ പീസായിട്ടാണ്. മാസ്റ്റർ പീസ് ഓഫ് സെൽഫ് എക്സാമിനേഷൻ എന്നാണ് ഈ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെക്കുറിച്ച് ലോകം വിലയിരുത്തുന്നത്. അതിലെ ഒരു വാക്ക് പോലും പണ്ഡിതന് ഡിക്ഷണറി നോക്കിയാൽ മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഗാന്ധിയുടെ ഏത് രചനയിലാണ്, 5 പുസ്തകങ്ങളും അനേകം ലേഖനങ്ങളുമാണ് ഗാന്ധിക്കുള്ളത്. ഇതിലെവിടെയാണ് ഒരു പണ്ഡിതന് മാത്രം വായിച്ചാൽ ഗ്രഹിക്കാവുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? എത്ര കണ്ട് ലളിതമാക്കി ഏതൊരു സാധാരണക്കാരനും വ്യക്തതയോടെ ഇതുപോലെ എഴുതിയിട്ടുള്ള ഒരു നേതാവിനെ അനേകം ഡിക്ഷണറികൾ എടുത്തു വെച്ചാൽ പോലും നമുക്ക് മനസ്സിലാവാത്ത, പലരുടെയും വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ കിട്ടിയാൽ പോലും മനസ്സിലാവാത്ത തത്വശാസ്ത്രങ്ങളുടെ മുന്നിലാണ് ഈ ഒരു രചന വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം ഹിന്ദു സ്വരാജ് എഴുതി 1909 ടോൾസ്റ്റോയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മാറ്റങ്ങൾ, ഒരു മാറ്റത്തിന് പോലും ആവശ്യമില്ലാത്ത ഒന്നായിട്ട്, ഒരു വരി പോലും അതിൽ നിന്ന്, അദ്ദേഹം പിന്നീടും പറയുന്നുണ്ട്, അതിൽ നിന്ന് ഒരു വരി പോലും എനിക്ക് മാറ്റാനില്ല. ഇതിൽ ആധുനിക നാഗരികതയുടെ പൊള്ളത്തരമാണ് ഗാന്ധി വ്യക്തമാക്കുന്നത്. നിശ്ചിതമായ വിമർശനമാണ്. ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു സാധനമാണ്. ഏത് കാലത്താണ് ചാർലി ചാപ്ലിൻ ഈ മോഡേൺ ടൈംസ് എന്നുള്ള ചിത്രം ഇറക്കാനുള്ള ഒരു ആശയം വരുന്നത് ഗാന്ധിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയെ തുടർന്നാണ്. ഇപ്പോൾ ആ കാലത്തൊക്കെ ഗാന്ധിയുടെ ഈ കാഴ്ചപ്പാടിനെ വളരെ എതിർത്തിരുന്നവർ, യന്ത്രവൽക്കരണം നമുക്ക് ആവശ്യമാണെന്നെല്ലാം പറയും. ഇപ്പോൾ ഗാന്ധിയും പറയുന്നുണ്ട്, ചർക്ക ഒരു യന്ത്രമാണ്. നിങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ വൈദ്യുതി എത്തിക്കുന്ന ദിവസം ഞാൻ എൻ്റെ ചക്ക കൊത്തിപ്പൊളിച്ച് ഭക്ഷണം പാചകം കത്തിക്കാൻ ഉപയോഗിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഡൽഹിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഗാന്ധിജി എതിർത്ത ആ നാഗരികത, ആ ഒരു വികസനം നമ്മളെ എവിടെ കൊണ്ടുപോയാണ് എത്തിച്ചിട്ടുള്ളത്. ഓരോ മേഖലയിലും, ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ മേഖലയിലാണെങ്കിലും ഗാന്ധിജി എതിർത്ത രീതികൾ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം വികസനം അതാണ്, പാശ്ചാത്യ വികസനത്തെ മാതൃകയാക്കി ഇന്ന് എവിടെ നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആരോഗ്യരംഗത്ത് നമ്മൾ എത്തി നിൽക്കുന്നത്, മരുന്നുകൾ ഉണ്ടാക്കുന്ന അപകടം ഒരു വർഷം 26 ലക്ഷം പേരെയാണ് ഇന്ത്യയിൽ, ലോകത്ത് കൊല്ലുന്നത്. ആശുപത്രികളിലേക്ക് പോകുന്ന
10 പേരിൽ 4 പേർക്കും പിഴവാണ് കിട്ടുന്നത്. 1340 ലക്ഷം പേരാണ് ഒരു കൊല്ലം ലോകത്ത് ചികിത്സാ പിഴവിൻ്റെ ഇരകളായിട്ട് മാറുന്നത്. അതിലാണ് 26 ലക്ഷം പേര് മരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുന്ന സൂപ്പർ ബഗുകളുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ലോകമെന്ന്. അതുതന്നെയാണ് ഡൽഹിയെ പോലുള്ള വികസനത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. തിരിച്ചു പോകാനും പറ്റില്ല, മുന്നോട്ട് പോകാനും പറ്റാത്ത രീതിയിൽ ആഗോള താപനം, ലോകമൊട്ടാകെ ഗാന്ധി വിരുദ്ധമായ ഒരു ശൈലിയിൽ വന്ന വികസനം ലോകമൊട്ടാകെ ഇന്ന് വഴിയെത്തി നിൽക്കുകയാണ്. അവിടെ ഹിന്ദു സ്വരാജിൽ തൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സ്വയംഭരണത്തെക്കുറിച്ച്, അഹിംസയെക്കുറിച്ചെല്ലാം വിശദീകരിച്ചു വരുന്ന ഗാന്ധി ഒരു ചോദ്യോത്തര രീതിയിലാണ് എഡിറ്റർ, റീഡർ എന്ന നിലയ്ക്കാണത് പങ്കുവച്ച് മുന്നോട്ട് പോകുന്നത്. അതേപോലെ 3ാമത്തെ ഗാന്ധിയുടെ പുസ്തകം സത്യാഗ്രഹി ഇൻ സൗത്ത് ആഫ്രിക്കയാണ്. 4ാമത്തത് കീ ടു ഹെൽത്തും 5ാമത്തത് ഫ്രം യദവാഡ മന്ദിർ, ജയിലിൽ വെച്ച് സത്യം ആയ വ്രതനിഷ്ഠകളെ കുറിച്ചൊക്കെ എഴുതിയുള്ള പുസ്തകം. ഇതുപോലെ രക്തവും മജ്ജയുമായൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരുംകാല തലമുറകൾ വിശ്വസിക്കില്ല എന്ന് ഐൻസ്റ്റീൻ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വഴിതെറ്റാവുന്ന കൗമാരത്തിൽ നിന്ന് തുടങ്ങുന്ന, ഗാന്ധി മഹാനായി ജനിച്ചിട്ടില്ല, അങ്ങനെ ഒരു ധാരണ വെച്ചുകൊണ്ട് ഗാന്ധിയെ സമീപിക്കുന്നത് ശരിയല്ല. വേശ്യാലയത്തിൽ പോകുന്ന ഗാന്ധിയുണ്ട്, വീട്ടുകാരുടെ ഉറപ്പൊക്കെ ലംഘിച്ചുകൊണ്ട് മാംസം തിന്നുന്നതിനെ കുറിച്ച് പറഞ്ഞു, പുകവലിക്കുന്ന ഗാന്ധിയുണ്ട്, സ്വർണം മോഷ്ടിക്കുന്ന ഗാന്ധിയുണ്ട്. അങ്ങനെ വഴിതെറ്റി വളരെ മോശമായ ഒരു മഹാകള്ളനായി തീരേണ്ടിയിരുന്ന സാധ്യതകളിൽ നിന്നാണ് ആത്മവിമർശനത്തിലൂടെ, ആത്മപരിശോധനയിലൂടെ, സ്വയം തിരുത്തലുകളിലൂടെ നിരന്തരമായി നവീകരിച്ച് ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കാനുള്ള, ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ധന്യമാക്കാനുള്ള നിരന്തരമായ ശ്രമത്തിലൂടെ മഹാത്മാവായിട്ട് ഗാന്ധി മാറുന്നത്. ആ ഒരു യാത്രയിൽ പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കസ്തൂർബയെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുന്ന ഗാന്ധിയുണ്ട്. ദളിത് അയിത്തക്കാരൻ്റെ മലമൂത്ര വിസർജന ആ പാട്ട് എടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരെ ഞാൻ എടുത്തോളാം, പക്ഷേ ഈ അയിത്തക്കാരനെ മാത്രം എന്നോട് എടുക്കാൻ പറയരുതെന്ന് പറയുന്നിടത്താണ് ഗാന്ധി ജോലിക്കുന്നത്. അതിനുശേഷവും കസ്തൂർബയായിട്ട് ഗാന്ധിയുടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്, ഞാൻ ഒരു ദളിതനാണ്, ദളിതർക്ക് പ്രവേശനമില്ലാത്ത അമ്പലത്തിൽ നീ എന്തിനു പോയി എന്നായിരുന്നു ചോദ്യം. ഗാന്ധി ഒരു പെൺകുട്ടിയെ ദത്തെടുക്കുന്നുണ്ട്. കസ്തൂർബയിൽ അയിത്തത്തിൻ്റെ ഒരു ഭാവം മാറിയിട്ടില്ല. പിന്നെ ഭാര്യയുടെ ചുമതല ഭർത്താവിനെ പിന്തുടരലാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഭർത്താവ് പറഞ്ഞിട്ടാണെന്ന നിലപാട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ലക്ഷ്മിയെ ഗാന്ധിജി ദത്തെടുക്കുന്നതും ഗാന്ധിയുടെ ദളിത് ദത്തപുത്രിയായിട്ട് സബർമതി ആശ്രമത്തിൽ വളരുന്നതും കസ്തൂർബ അവളെ കുളിപ്പിക്കുന്നതും മുടി ജീവിക്ക് കൊടുക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ പതുക്കെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അക്ഷരാഭ്യാസം പോലും ഇല്ലായിരുന്ന കസ്തൂർബയെ അക്ഷരം പഠിപ്പിച്ച്, ആശയങ്ങൾ പഠിപ്പിച്ച് തന്നോടൊപ്പം വളർത്തി മഹതിയാക്കുന്ന ഒരു ആ കാലത്തെ ഒരു ബന്ധം കൂടെ, ഭാര്യ ഭർത്താവ് ബന്ധം കൂടെ വെച്ചുകൊണ്ട് വേണം നമ്മളതിനെ വിലയിരുത്താനായിട്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടുള്ള ഒരു കാഴ്ച ഓർക്കുകയാണ്. എൻ്റെ തൊട്ടുപുറയിലുള്ള വീട്ടിലെ ആൾ ഭാര്യയെ മുട്ടിക്ക് കുത്തിപ്പിടി വലിച്ചു കൊണ്ടുവന്ന് അടിക്കുകയാണ്. അപ്പുറത്തുള്ള ഒരാൾ എന്തോ പറയുമ്പോൾ, നീ ആരടാ ചോദിക്കാൻ, എൻ്റെ പെണ്ണുമ്പിള്ളയെ ഞാൻ അടിക്കും, നീ ആരടാ ചോദിക്കാൻ. ഇത് അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ പോലും. നാട്ടുകിടപ്പായിരുന്നു, സ്വന്തം ഭാര്യ അടിക്കും, അവൻ ആരാ ചോദിക്കാനുള്ളത്. ആ രീതിയിലുള്ളൊരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ സ്ത്രീ പുരുഷ ബന്ധം, ഭാര്യ ഭർത്ത ബന്ധത്തെ കാണുന്ന രീതിയിൽ ഗാന്ധിയെ കയറി വിമർശിക്കുമ്പോൾ അവിടെ കുറച്ച് അപാകതയുണ്ട്. പക്ഷെ അവിടെയും ഈ അടിസ്ഥാന കാരണം ദളിതരോടുള്ള വിവേചനത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളൊരു ഭാഗമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡേ ബൈ ഡേ ക്രോണോളജിക്കൽ റെക്കോർഡാണ് ഗാന്ധിജിയുടെ ജീവിതം. അത് ആ കളക്റ്റഡ് വർക്ക്സിൽ കൃത്യമായിട്ട് 64 കൊല്ലത്തെ ചിന്ത, വാക്കുകൾ, എഴുത്ത്, പ്രവൃത്തികൾ ഇതെല്ലാം ചെയ്തു പോന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയം നമുക്ക് ഈ കാര്യങ്ങളിൽ ഗാന്ധിയെക്കുറിച്ച് ഉണ്ടെങ്കിൽ, ഗാന്ധിയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു പോയ വഴിതെറ്റും,
അതിൽ ഗാന്ധി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ ആരോപണങ്ങൾ ഗാന്ധി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധി അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗോഡ്സെയുടെ കാര്യത്തിൽ ഗോഡ്സെ ഗാന്ധിയെ കൊല്ലാനിടയാകുന്നത് പാകിസ്ഥാൻ ആ കാശ് കൊടുക്കാം, തുക കൊടുക്കാൻ പറഞ്ഞതിൻ്റെ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞത് തെറ്റാണ്. അതിനു മുമ്പ് ഗോഡ്സെ ഒരു പ്രാവശ്യം ഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കോടതിയിൽ ഗോഡ്സെ പറഞ്ഞത് ഭയങ്കര കാര്യമായിട്ട് ആ പ്രസ്താവനയൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. അതിനു മുമ്പും ഗോഡ്സെ ഗാന്ധിയെ വധിക്കാൻ ശ്രമിച്ചു, അന്ന് പരാജയപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടെ വെച്ച് വേണം അതിന് നമ്മൾ അതിൻ്റെ സത്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നോക്കാൻ. അതുപോലെ ഹിറ്റ്ലർക്ക് കത്തെഴുതുന്ന ഗാന്ധി ടോൾസ്റ്റോയ്ക്ക് എഴുതുന്ന പോലെ ഏതെങ്കിലും ഒരു ആശയത്തോടെ ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് ഉടനെ എഴുത്ത് ഒരു ചർച്ചാ മുഖം തുറക്കുകയാണ് അവിടെ ഒതുക്കി വെക്കലോ കോംപ്രമൈസോ ഒന്നുമില്ല, തുറന്ന ചർച്ചയാണ്. അതുപോലെ ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, തൻ്റെ ജീവിതം പൊതുജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഉള്ളതാവണം, ട്രാൻസ്പാരൻ്റ് ആവണം. മൻമോഹൻ സാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഹരിജൻ ഫണ്ടിലേക്ക് പണം പിരിക്കുന്നിടത്തുനിന്നല്ല, എൻ്റെ കൃത്യമായ കണക്ക് കൂടെ പൊതുയോഗത്തിൽ വെച്ച് കൊടുത്തിരിക്കണം. കണക്ക് കൊടുത്തപ്പോൾ ഏതാണ്ട് 7 അണയോ മറ്റോ പൊതുയോഗം സംഘടിപ്പിക്കാനുള്ള ചിലവിൽ കാശ് വയ്ക്കാൻ പറഞ്ഞു. ഹരിജനങ്ങൾക്ക് വേണ്ടി പിരിച്ച പൈസയിൽ 1 അണ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല, അത് മുഴുവൻ ഹരിജൻ ഫണ്ടിലേക്ക് തരണം. പൊതുയോഗം സംഘടിപ്പിക്കാൻ വേറെ കാശ് കിട്ടും. അതുപോലെ നിഷ്കർഷിച്ച് പൈയുടെ വ്യത്യാസം പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ടിൻ്റെ കാര്യത്തിൽ ഗാന്ധി സഹിക്കുമായിരുന്നില്ല, സമ്മതിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെയും ചരിത്രം അതായിരുന്നു. അപ്പോൾ ഇതുപോലൊരു ക്രൗഡ് പുള്ളറിനെ അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, ലോകം കണ്ടിട്ടില്ല. നവഖാലിയിലേക്കുള്ള ഗാന്ധിയുടെ യാത്രയുണ്ട്. അപ്പോൾ മാർച്ചുകൾ പലതും ലോകത്ത് നടന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു മാർച്ച് 1,00,000 ഭടന്മാർ പരാജയപ്പെട്ടിടത്താണ് ഈ ഒരു വ്യക്തി വിജയിച്ചതെന്ന് മൗണ്ട് ബാറ്റൻ പറയുന്നുണ്ട്. എന്തായിരുന്നു ഈ മനുഷ്യൻ്റെ ഒരു സ്വാധീനം? എങ്ങനെയാണ് ഇന്ത്യയുടെ ആത്മാവിനെ ഉണർത്തിയത്, ഇന്ത്യയെ ഏകോപിപ്പിച്ചത്? സത്യത്തിൽ ആരാണ്? ഈ കന്യാകുമാരി തുടങ്ങി അങ്ങേയറ്റം വരെ സഞ്ചരിച്ച് ഈ മനുഷ്യൻ ഇന്ത്യയെ മുഴുവൻ ഉണർത്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ദാഹം മനസ്സിലിട്ട് കൊടുത്ത് സുഭാഷ് ചന്ദ്രബോസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. ആ വഴിക്ക് ഇന്ത്യ പോയിരുന്നെങ്കിൽ എന്നതും കൂടെ വെച്ചുകൊണ്ട് പട്ടിണി കിടന്നിരുന്ന ഭാരതത്തെ ഗാന്ധി ദ CEO എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ലോക മാർക്കറ്റിൽ അങ്ങനെ തന്നെ പറയണമല്ലോ, കോർപ്പറേറ്റുകളുടെ എക്സിക്യൂട്ടീവുകൾക്ക് ഗാന്ധി ഒരു പാഠ്യ വിഷയമാണ്. CEO എന്ന് ഇന്ത്യയിൽ പട്ടിണി കിടന്ന് ക്ഷാമം കൊണ്ട് മരിച്ചിരുന്ന ജനങ്ങളെ കാലണ വിലയുള്ള തക്കളി എടുത്തു കൊടുത്ത് അതിൽ നിന്ന് നൂല് ഒപ്പിച്ച് വസ്ത്രം ഉണ്ടാക്കിച്ച് ഖാദിയെല്ലാം ഗാന്ധി തിരിച്ചു കണ്ടുപിടിക്കുന്ന, ഇന്ത്യക്ക് നഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇത് തിരിച്ചു കണ്ടുപിടിക്കുന്ന ഒരു നമുക്ക് ആവേശം കൊള്ളുന്ന ഇന്ന് നമ്മുടെ ചരിത്രമാണ്. ആ ഖാദിയെ വീണ്ടും കൊണ്ടുവരുന്നതും അങ്ങനെ സാധാരണക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കുന്ന ആ ഒരു സമര രീതി വജ്രായുധമായിട്ട് ഖാദി മാറുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വജ്രായുധമായിട്ട് ഖാദിയെ മാറ്റുന്നത് ചെറിയൊരു പ്രക്രിയയൊന്നും ആയിരുന്നില്ല. അങ്ങനെയുള്ള നിരവധി പ്രക്രിയകളിലൂടെ ഇന്ത്യയിലെ ഗ്രാമങ്ങൾക്ക് പൊതുജീവൻ നൽകിയത് കൊണ്ടാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് 72 പേരുമായിട്ട് സബർമതി ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുന്ന ഗാന്ധിയുടെ കൂടെ ഇവിടെ എത്തുമ്പോൾ മറ്റൊരു കടല് ദാണ്ഡി കടപ്പുറത്തുണ്ടായതിന് കാരണം നീണ്ടുനിന്ന ഏറ്റവും ഫലവത്തായ തൊഴിൽ ദാന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഖാദിയുടെ ഗ്രാമവ്യവസായങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. അതേപോലെ ഒരു ഇൻ്റലക്ച്വൽ എന്ന നിലയ്ക്ക്, ഒരു മൾട്ടി ഡയമെൻഷണൽ തിങ്കർ എന്ന നിലയ്ക്ക് എക്കണോമിക്സിൻ്റെ മേഖലയിൽ സ്വാശ്രയത്വത്തിൻ്റെ സ്വദേശിയുടെ, വാസ്തവത്തിൽ ദളിതൻ്റെ ഉൽപ്പാദന രീതിയുടെ, പെട്ടെന്ന് ചുരുക്കാം, നിർത്താം, ഏതായാലും ഞാൻ കരുതി വന്നത് തീരുന്നു. അതേപോലെ ഒരു ഫിലോസഫർ എന്ന നിലയ്ക്ക് പാശ്ചാത്യ ചിന്തകരെയും ഇന്ത്യയുടെ ഭഗവത്ഗീത പോലുള്ള ചിന്താധരണികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി എന്നുള്ളൊരു ഭാഗത്ത് ടോൾസ്റ്റോയിയെ, തോറോയെ, ആ ഒരു റേഞ്ചും കൂടെയൊക്കെ നമ്മൾ ഗാന്ധിയിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്.
അതേപോലെ അയിത്തത്തിനെതിരായിട്ട് ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ് അയിത്തമെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഒരു പുഴുത്ത പഴം വലിച്ചെറിയുന്നത് പോലെ ഞാൻ എൻ്റെ മതം വലിച്ചെറിയുമെന്ന് പറഞ്ഞ ഗാന്ധിയുണ്ട്. ഈ ആലുവയിലെ UC കോളേജിൽ വന്നിട്ടാണ് പറഞ്ഞത്. വൈക്കം സത്യാഗ്രഹത്തിന് വന്നപ്പോൾ അമ്പയാതിരി അദ്ദേഹത്തെ ഇല്ലത്ത് കയറ്റിയില്ല. പൂമുഖത്ത് ഒരു വന്നിട്ട് അവിടെ ഇരുത്തി അങ്ങനെ അകത്തിരുന്നു. ഗാന്ധിക്ക് അയിത്തം, ഗാന്ധി ഇതിനു മുമ്പ് അയിത്തം നേരിട്ടിട്ടുണ്ട്. രണ്ടാമത് വരുമ്പോൾ സമരം വിജയിച്ചു വരുമ്പോൾ ഗാന്ധി അമ്പലത്തിൽ കയറി പൂജയെല്ലാം കണ്ടു. തിരിച്ച് മുറ്റത്തുള്ള ആൽമരത്തിൽ വന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അമ്പലത്തിലല്ല ഗാന്ധി പ്രാർത്ഥിച്ചത്, ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്പയാരി വന്നു. ഗാന്ധി നിങ്ങളെല്ലാവരും കൂടെ സമരം ചെയ്തത് വളരെ നന്നായി, ഇപ്പോൾ കൂടുതൽ ആളുകൾ അമ്പലത്തിൽ വരുന്നുണ്ട്, ഏതായാലും ഞങ്ങളുടെ പൂജയൊക്കെ കണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞു, നിങ്ങൾ എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഈ പൂജ ചെയ്യുന്നവരുടെ ഭക്തിരാഹിത്യവും ബുദ്ധിശൂന്യതയുമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏത് കാലത്താണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം. ഇപ്പോൾ നമ്മൾ ഭക്തിരാഹിത്യവും ആദിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലുള്ളവരുടെ. ഇപ്പോൾ പോലും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ തുറന്നു പറയാനുള്ള പ്രയാസമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് അയിത്തത്തിനെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുത്ത് തൻ്റെ ആശ്രമം അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥ വന്നു. ആശ്രമം അടച്ചുപൂട്ടി ആ ദളിതരോടൊപ്പം പോയി അവരിലൊരാളായിട്ട് പ്രവർത്തിച്ച് തൊഴിലെടുത്ത് ജീവിക്കുക മാത്രമേ എൻ്റെ മുന്നിൽ വഴിയുള്ളൂ എന്ന് പറഞ്ഞൊരു ഗാന്ധിയുണ്ട്. അതേപോലെ തന്നെ നയി താലീം, വിദ്യാഭ്യാസ രംഗത്ത് ലോകം മാതൃകയാക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി തന്നെയാണ് അടിസ്ഥാന വിദ്യാഭ്യാസം. ആരോഗ്യത്തിൻ്റെ രംഗത്ത് പ്രകൃതി ചികിത്സ, അങ്ങനെ ഇൻ എ ജെന്റിൽ വേ യു ക്യാൻ ഷെയ്ക്ക് ദി വേൾഡ് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, ആത്മകഥ കൂടുതൽ ഗൗരവത്തോടെ വായിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.